ചിലരൊക്കെ തന്നെ വിദൂഷകന്മാർ പറഞ്ഞു കേൾക്കുന്നത് ഒരു രഹസ്യബന്ധം അല്ലെങ്കിൽ ഒരു ബാന്ധവം പിണറായി വിജയനും RSS നേതാക്കളും തമ്മിലുണ്ട്. BJP നേതാക്കളെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് RSSനോട് സംസാരിക്കുകയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ഡീലുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതായത് UDFനെ ഇക്കുറി ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത്തരത്തിലെന്തെങ്കിലും നടക്കുന്നതായി ചിലരൊക്കെ അത് ചില അഭിമുഖങ്ങളിൽ പോലും ചില നിരീക്ഷകർ പറയുകയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, CPM-ഉം BJP-യും തമ്മിൽ അങ്ങനെ ഒരു അണ്ടർ ഹാൻഡ് ഡീലിംഗ് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഈ BJP-യുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ടർമാർ അവരിപ്പോൾ വെട്ടുകുത്തൊക്കെ നിർത്തി വെച്ചേക്കാണെന്നുള്ളൂ. വെട്ടും കുത്ത് നിർത്തി നടത്തുള്ളൂ. മുഖ്യ ശത്രു CPM അല്ല കോൺഗ്രസ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് RSS വിരുദ്ധന്മാരാണ്, കേരളത്തിലെ CPM-കാർ. അതുപോലെ തന്നെ കേരളത്തിലെ RSS-കാരും CPM വിരുദ്ധരാണ്. പഴയ പോലെ വെട്ടുകുത്ത് നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് ഇവർ തമ്മിലുള്ള വിയോജിപ്പുകൾ, വിപരീത ചിന്താഗതിയൊക്കെ തുല്യ നിലയിലാണ്. പിന്നെ ഇതിൽ മധ്യസ്ഥത വഹിച്ച് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇവിടെയുള്ള BJP-ക്കാരെ കൊണ്ട് മുഴുവനും LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യിച്ച് അവരെ ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരും. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒന്നാമത് രഹസ്യമായിട്ട് ചെയ്യണം. രണ്ടാമത് ഇങ്ങനെ ഒരു സംഗതി പുറത്തു വന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. അപ്പോൾ ആ കാരണത്താലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. പിന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമുണ്ട്. BJP-യുടെ വോട്ട് BJP-ക്ക് പോയാൽ, പൂർണ്ണമായിട്ടും BJP-ക്ക് പോൾ ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഗുണഭോക്താവ് കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് മറ്റേ ഇവരായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. LDF ആയിരിക്കും. അങ്ങനെ വോട്ട് മാറ്റി ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അമിത്ഷായൊക്കെ ഇങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ വോട്ടർമാർ വൈകാരികമായിട്ട് CPM-നോട് വിപ്രതിപത്തിയുള്ളവരാണ്. BJP-യുടെ വോട്ട് BJP-ക്ക് കിട്ടിയാൽ തന്നെ അത് LDF-ന് ഗുണമായിരിക്കും. കാരണം അത് അവർ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് വോട്ട് പിടിച്ചു മാറ്റും. കൃത്യമായിട്ട് BJP അനുഭാവികളുടെ സഹപ്രവർത്തകരും സഹയാത്രികരുടെ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുകയാണെങ്കിൽ, താമര അടയാളത്തിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ അത് LDF-ന് ഗുണകരമായിരിക്കും.